പെരിന്തൽമണ്ണ ഏലംകുളത്ത് ഭാര്യയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവും 3,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പള്ളിക്കുന്ന് പാറപ്പുറവൻ മുഹമ്മദ് റഫീഖിനാണ് ശിക്ഷ വിധിച്ചത്. 2023 ഏപ്രിൽ 4-ന് ഏലംകുളത്തെ ഭാര്യ വീട്ടിൽ എത്തിയ പ്രതി ഭാര്യ ഫാത്തിമ ഫഹനയെ മർദ്ദിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. 2017-ലാണ് ഫാത്തിമ ഫഹനയുടെയും മുഹമ്മദ് റഫീഖിൻ്റെയും വിവാഹം നടന്നത്. ഭാര്യ ഗർഭിണിയായ കാലം മുതൽ അസ്വാരസ്യങ്ങളെ തുടർന്ന് ഇവർ അകന്നു കഴിയുകയായിരുന്നു. വീട്ടുകാരുടെയും മറ്റും ഇടപെടൽ കാരണം രണ്ടുപേരും ഒന്നാവുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് 2023 ഏപ്രിൽ 4-ന് ഫാത്തിമ ഫഹനയെ മുഹമ്മദ് റഫീഖ് കൊലപ്പെടുത്തുന്നത്. ഏലംകുളത്തെ ഭാര്യ വീട്ടിൽ വന്നതായിരുന്നു പ്രതി. ഭാര്യയുമായി തർക്കമുണ്ടാവുകയും മർദ്ദിക്കുകയും അടിച്ചും കഴുത്ത് പിടിച്ച് ഞെരിച്ചും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു. മരണം ഉറപ്പാക്കിയ ശേഷം ഭാര്യയുടെ കൈകാലുകൾ കിടപ്പുമുറിയിലെ കട്ടിലിലേക്കും ജനാലിലേക്കും തുണികൊണ്ട് കൂട്ടിക്കെട്ടി ബന്ധിപ്പിക്കുകയും ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങൾ പ്രതി കൊണ്ടുപോവുകയും ചെയ്തു. ഇവരുടെ 4 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വച്ചായിരുന്നു ഈ ക്രൂരകൃത്യം. പെരിന്തൽമണ്ണ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന വി ഷാജുവാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സി അലവിയാണ് ആദ്യം അന്വേഷണം നടത്തിയത്. പോലീസ് ഇൻസ്പെക്ടർ എ പ്രേംജിത്താണ് കുറ്റപത്രം സമർപ്പിച്ചത്. സിവിൽ പോലീസ് ഓഫീസർ പി ഹരിലാൽ അന്വേഷണത്തിൽ സഹായിച്ചു. പ്രതി കോടതിയുടെ ജാമ്യത്തിലായിരിക്കെ ഭാര്യ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ഭാര്യാപിതാവിനെയും കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിരുന്നു. പ്രതിയെ വിചാരണ ചെയ്യണമെന്ന പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച് കോടതി പ്രതിയുടെ ജാമ്യം റദ്ദു ചെയ്ത് കസ്റ്റഡിയിൽ വിചാരണ നടത്തിയാണ് കേസിൽ വിധി പറഞ്ഞത്. മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി ജീവപര്യന്തം തടവും 3,10,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പ്രതി പിഴ അടച്ചാൽ ഫഹനയുടെ കുട്ടിക്ക് നൽകണം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് എം കൃഷ്ണൻ നമ്പൂതിരി ഹാജരായി. 31 സാക്ഷികളെ വിസ്തരിച്ചു. 59 രേഖകളും 10 തൊണ്ടിമുതലുകളും ഹാജരാക്കി. ശിക്ഷ അനുഭവിക്കുന്നതിനായി പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.